രാവിലെ തന്നെ ദാണ്ടയിൽ നിന്ന് ഞങ്ങൾ ഗോവയിലോട്ട് യാത്ര തുടങ്ങി. ദാണ്ടയിൽ നിന്ന് 145 കിലോമീറ്ററാണ് ഗോവയിലോട്ട്. ഞങ്ങളീ പോകുന്നത് അൻഷി ഫോറസ്റ്റിലൂടെയാണ്. ഈ അൻഷി ഫോറസ്റ്റിൽ ബന്ധപ്പെട്ടതാണ് കാളി ടൈഗർ റിസർവ് പാർക്ക്. കാസർഗോഡ് നിന്ന് 366 കിലോമീറ്ററാണ് കാളി ടൈഗർ പാർക്കിലോട്ട്. ഇതൊരു ഫോറസ്റ്റ് ഏരിയ കൂടെ ആയതുകൊണ്ട് 6 മണിക്ക് മുമ്പ് തന്നെ ഗോവ പനാജി റോഡിലോട്ട് കയറേണ്ടതുണ്ട്. 6 മണിക്ക് ശേഷം ചെക്ക് പോസ്റ്റ് ക്ലോസ് ആകും. ഏകദേശം കർണാടക ബോർഡർ ഞങ്ങൾ ക്രോസ് ആവാറാണ്. അതുകൊണ്ട് തന്നെ മഴയ്ക്ക് ചെറുതോട്ട് കുറവുണ്ട്. ഈ വഴിയിലൊന്നും വലിയ ആൾതാമസമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഗ്രാമങ്ങളൊക്കെ കാണുന്നുണ്ട്. ഞങ്ങൾ മൊയ്ലം നാഷണൽ പാർക്കിലോട്ട് കയറിയിട്ടുണ്ട്. അൻഷി നാഷണൽ പാർക്കിൻ്റെ ഒരു എൻഡിങ്ങിലാണ് ഗോവയിൽ ഉൾപ്പെടുന്ന മൊയ്ലം നാഷണൽ പാർക്ക്. പശുക്കളെയൊക്കെ റോഡിലങ്ങ് ഇറക്കി വിട്ടിരിക്കുക. ഇവിടെയൊക്കെ 1-2 വീടുകളുള്ളതുകൊണ്ട് തന്നെ വലിയ വണ്ടികളൊന്നും വരാത്തതുകൊണ്ടായിരിക്കും ഇവർ ഈ പശുക്കളൊക്കെ റോഡിലങ്ങ് ഇറക്കി വിട്ടിരിക്കുന്നത്. കർണാടകയിൽ മാത്രം കാണുന്ന ഒരു ചെറിയൊരു പ്രത്യേകതയാണ് ഈ സൈൻ ബോർഡൊക്കെ കന്നഡയിലാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിലൊന്നും ഞാനൊന്നും ഒരു സൈൻ ബോർഡും കണ്ടിട്ടില്ല. ബാക്കി സ്റ്റേറ്റൊന്നും എനിക്കറിയത്തില്ല. എന്നാലും തമിഴ്നാടും വലിയ കുഴപ്പമില്ല. ചില സൈൻ ബോർഡൊക്കെ അവരും ഇംഗ്ലീഷിലൊക്കെയാണ് എഴുതുന്നത്. ഈ കർണാടകയിൽ കയറിയത് തൊട്ട് ഞാൻ കാണുന്നത് മൊത്തം കന്നഡ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ റോഡൊക്കെ സിനിമ ഷൂട്ടിങ്ങിന് പറ്റിയ ഏരിയയാണ്. ഞങ്ങളീ വന്ന ദാണ്ടേലിൽ നിന്ന് 90 കിലോമീറ്റർ ഉള്ളൂ ഇന്ത്യയിലെ 5ാമത്തെ വാട്ടർഫോളായ ദുരസാഗർ വാട്ടർഫോൾ. ഈ ദുരസാഗർ വാട്ടർഫോൾ മൊയ്ലം നാഷണൽ പാർക്കിൻ്റെ ഒരു ഭാഗമാണ്. ഞങ്ങൾ ഈ കയറിയ റോഡിൻ്റെ പുറകിലായിരുന്നു ചെക്ക് പോസ്റ്റ്. എന്തായാലും ചെക്ക് പോസ്റ്റ് ഞങ്ങൾ ക്രോസ് ആയിട്ടുണ്ട്. ഈ റോഡ് നേരെ പോകുന്നത് ഗോവ പനാജി റോഡിൽ പോയി ക്ലോസ് ആവും. ഈ റോഡിലൊക്കെ അനിമൽ ക്ലോസ് ആവുന്നൊക്കെ ചെറിയ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അനിമലൊന്നും കണ്ടില്ല. ഞങ്ങൾ 2-3 കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ട്. ചെറുതായിട്ട് മഴ സ്റ്റാർട്ടാവുന്നുണ്ട്. ചില ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടായിരിക്കും മഴ കൂടുന്നത്.
ഞങ്ങളങ്ങനെ ഗോവ പനാജി റൂട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഈ റോഡിൽ ഹെയർ പിന്നൊക്കെ വരുന്നുണ്ട്. നല്ല റോഡുമാണ്. ഇവിടുന്ന് ഗോവയിൽ നിന്ന് കർണാടക വണ്ടി കൂടുതലായിട്ടും ഈ റോഡ് വഴിയാണ് വരുന്നത്. ഇവിടെ നിന്ന് പോകുന്ന വണ്ടിയും 6 മണിക്ക് മുമ്പേ ചെക്ക് പോസ്റ്റ് ക്രോസ് ആവണം. ഞങ്ങളങ്ങനെ ഹെയർ പിന്നൊക്കെ ഇറങ്ങി ഗോവ പനാജി മെയിൻ റോഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് 65 കിലോമീറ്ററാണ് വാഗ ബീച്ചിലോട്ട്. ഞങ്ങളങ്ങനെ മെയിൻ ഹൈവേയിലോട്ട് കയറി. എന്തായാലും ഗോവ സിറ്റിയിലോട്ട് കയറിയപ്പോൾ ചെറുതായിട്ട് മഴ സ്റ്റാർട്ടാവുന്നുണ്ട്. മണി ഇപ്പോൾ 7 മണിയായി. ഇനി ഗോവ പോകണം റൂം എടുക്കാൻ. കേരളത്തിൽ നിന്ന് റോഡ് ട്രിപ്പ് ഗോവ പ്ലാൻ ചെയ്യുന്നവർ ഈ റൂട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇവിടെ നിന്ന് ഇനി 19 കിലോമീറ്റർ ഓടുള്ളൂ ഗോവ ബാഗ ബീച്ചിലോട്ട്. ഞങ്ങൾ ബാഗ ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു റൂമാണ് നോക്കിയിരിക്കുന്നത്. ഗോവ എത്തിയിട്ട് എന്തായാലും റൂമൊക്കെ എടുത്തു വരുമ്പോൾ 9-9:30 ആവുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇനി അവിടെ പോയിട്ട് രാത്രിയുള്ള പ്ലാൻ നോക്കാം എങ്ങനെയാണെന്ന്. റൂമൊക്കെ എടുത്തപ്പോൾ 10-11 മണി അടുപ്പിച്ചായി. എന്തായാലും ഞങ്ങളിനി വേറെ പ്ലാനൊന്നുമില്ല, ബാഗ ബീച്ചിലോട്ട് ഇറങ്ങി. എന്തായാലും നാളത്തെ ഒരു വീഡിയോ ആയിട്ട് അപ്പോൾ നാളെ കാണാം.